ക്ലാസ്സിലേക്ക് നിങ്ങളേവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർലമെന്ററി സിസ്റ്റമാണ്. ആ ഒരു പാർലമെന്ററി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്ത് പോവാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇന്ത്യൻ പാർലമെന്റ്. സോ ഡെഫിനിഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡെഫിനിഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്, എന്താണ് പാർലമെന്റ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പാർലമെന്റ് പ്രവർത്തിക്കുന്നത്, പാർലമെന്റ് ഡെഫിനിഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ സുപ്രീം ലെജിസ്ലേറ്റീവ് അതോറിറ്റി അറ്റ് ദ യൂണിയൻ ലെവൽ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ആ പോയിന്റ് എന്താണ്, കേന്ദ്ര തലത്തിലെ ഏറ്റവും സുപ്രീം അതോറിറ്റി ആയിട്ടുള്ള, ലെജിസ്ലേറ്റീവ് അതോറിറ്റി ആയിട്ടുള്ള ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റ് ആണ്. ഓക്കെ അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നിയമവ്യവസ്ഥയിൽ പറയുമ്പോൾ, കോടതികളുടെ കാര്യം പറയുമ്പോൾ സുപ്രീം കോടതിയാണ് പരമോന്നത കോടതി എന്ന് പറയുന്നത് പോലെ, ഇന്ത്യയിൽ കേന്ദ്രതലത്തിൽ നോക്കിയാൽ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന ആ ഓഫീസ് എന്ന് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യയാണ്. ക്ലിയർ ആണ്? യെസ്. ഇതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയുടെ പാർട്ട് 5 പ്രത്യേകം ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ പാർട്ട് 5 പ്രത്യേകം ഓർത്തിരുന്നോളെ. പാർട്ട് 5 പാർട്ട് 5 ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് നമ്മൾ എന്തിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്, യെസ്, പാർലമെന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പോയിന്റ് ആണ്, മറന്നു പോകരുത്. ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഇങ്ങനെ പഠിക്കുക. ആർട്ടിക്കിൾസ് 79 മുതൽ 122 വരെ ഏത് പാർട്ട് 5 കൃത്യമായിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്, പാർലമെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. പാർലമെന്റ് വിവിധ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പാർലമെന്റ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആണ്, അതിന്റെ കാലാവധി എത്രയാണ്, പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പാർലമെന്റിനകത്തുള്ളത്, പാർലമെന്റ് പവേഴ്സ് എന്തൊക്കെയാണ്, പാർലമെന്റ് പ്രിവിലേജസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കും എവിടെ പറഞ്ഞിരിക്കുന്നത്, ഭരണഘടനയുടെ 5ാമത്തെ പാർട്ടിൽ ആർട്ടിക്കിൾസ് 79 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ശരി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്, ഇന്ത്യയുടെ സുപ്രീം ലെജിസ്ലേറ്റീവ് അതോറിറ്റി യൂണിയൻ ലെവലിലാരാ, പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് ഏതാ, പാർട്ട് 5. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ, ആർട്ടിക്കിൾ 79 മുതൽ ആർട്ടിക്കിൾ 122 വരെ. പഠിച്ചോ? യെസ്. അടുത്തത് കമ്പോസിഷൻ. പാർലമെന്റ് എങ്ങനെയാണ് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പാർലമെന്റ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 3 ഘടകങ്ങൾ ചേർന്നതാണ്. എത്ര ഘടകങ്ങൾ ചേർന്നതാണ്? 3 ഘടകങ്ങൾ. അപ്പൊ നമ്മുടെ പാർലമെന്റ് 3 ഘടകങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. 1 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വളരെ പ്രധാനപ്പെട്ടതാണ്. 2 രാജ്യസഭ, 3 ലോക്സഭ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. പലരും കരുതിയിരിക്കുന്നത് രാജ്യസഭയും ലോക്സഭയും മാത്രമാണ് പാർലമെന്റ് എന്നാണ്. അല്ല, രാജ്യസഭയോടൊപ്പവും ലോക്സഭയോടൊപ്പവും ആര് കൂടി ചേരുമ്പോൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൂടി ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ് സംവിധാനം. അപ്പൊ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. ഓർത്തിരിക്കണേ, പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. ഏതൊക്കെയാണ്? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭയാണ് നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്നു. ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ അഥവാ ലോവർ ഹൗസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? ലോവർ ഹൗസ് ലോക്സഭ. അപ്പൊ അപ്പർ ഹൗസ് രാജ്യസഭ കിട്ടില്ലേ? ആ ലോവർ ഹൗസിന്റെ ലോ കണക്ട് ചെയ്തേ. കൺഫ്യൂഷൻ വരാറുണ്ട് ചിലർക്ക്, ആരാണ് അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നുള്ളത്. ലോവർ ഹൗസ് ലോക്സഭ. ഓക്കെ അല്ലെ? ലോവർ ഹൗസ് ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുമ്പോൾ അപ്പർ ഹൗസ് ആരാ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും, അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എവിടെയാ? യെസ്, രാജ്യസഭയിലാണെന്ന് ഓർത്തിരിക്കുക. അതിനെന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ അറിയണം, പഠിക്കും നമ്മൾ. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് എത്ര കമ്പോണൻസ്? 3 കമ്പോണൻസ്. ഐ റിപ്പീറ്റ്, പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. ഏതൊക്കെയാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ,
രാജ്യസഭ, ലോക്സഭ. ഇതിൽ ആരാണ് അപ്പർ ഹൗസ്? രാജ്യസഭ. എന്താ മറ്റൊരു പേര്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. ആരാ ലോവർ ഹൗസ്? ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നു. യെസ്. അടുത്തത് റോൾ ഓഫ് ദ പ്രസിഡന്റ് ഇൻ പാർലമെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ചേർന്നതാണ്. ഇന്ത്യൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഓർത്തിരിക്കുക യെസ് ലോക്സഭ, രാജ്യസഭ, അല്ലെ? അപ്പൊ ആദ്യം പ്രസിഡന്റിന്റെ റോള് തന്നെ നമ്മളൊന്ന് പറയുന്നു. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കോഡ് പഠിപ്പിക്കുകയാണ്. ചെറിയൊരു കോഡ്. ഓക്കെ അല്ലേ? ആ കോഡിന്റെ പേര് പരലോകം എന്നാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? പരലോകം. യെസ്. 79 80 81. പഠിക്കാമോ? 79 80 81. പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 81. രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 80. ലോക്സഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 89 81. ഓക്കെ അല്ലേ? പഠിച്ചോ? 79 80 81. പരലോകം എന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? ഒന്നുകൂടി. പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ. ഓക്കെ അല്ലെ? 79 80 81 ഈ ആർട്ടിക്കിളുകൾ വെച്ച് നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ അല്ലെ? ക്ലിയർ ആണോ? യെസ്. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, മറന്നു പോരുത്. സോ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കുന്നത് 3 കമ്പോണൻസിനെ കുറിച്ചാണ് പാർലമെന്റിന്റെ. അതിൽ ആദ്യത്തെ കമ്പോണന്റ് ആരാന്ന് പറഞ്ഞു? പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. നോ ബിൽ ബിക്കംസ് ലോ വിത്തൗട്ട് പ്രസിഡൻഷ്യൽ അസെന്റ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിലവിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ റൂട്ട് ഞാൻ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചേ, പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ആദ്യം ആ നിയമം ഒരു ബില്ലായിട്ടാണ് രൂപപ്പെടുക. എന്തായിട്ട് രൂപപ്പെടുന്നു? ഒരു ബില്ലായിട്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബില്ലായിട്ട് രൂപപ്പെടുന്നു. ആ ബില്ല് ഈ പറയുന്ന പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയായിരിക്കും അവതരിപ്പിക്കുന്നത്. ആരായിരിക്കും? മിനിസ്റ്റർ. ഈ വിഷയം ഉണ്ടല്ലോ, ഈ ബില്ല് എന്തുമായിട്ട്, ഈ ബില്ല് ഒരു നിയമമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബില്ലാക്കുന്നത്. ആദ്യം ഒരു നിയമം പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിനെ ആദ്യം എന്ത് രൂപത്തിലാക്കണം? ഒരു ബില്ലിന്റെ രൂപത്തിലാക്കണം. ആ ബില്ല് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല, ഒരു ഡിപ്പാർട്ട്മെന്റുമായി. ആ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ ആയിരിക്കണം ഈ ബില്ല് പ്രസന്റ് ചെയ്യേണ്ടത്. എവിടെ വേണോ പ്രസന്റ് ചെയ്യാം. ലോക്സഭയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം, രാജ്യസഭയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെ പ്രസന്റ് ചെയ്താൽ ഇരു സഭകളും അത് ചർച്ച ചെയ്ത് പാസ്സാക്കിയതിനു ശേഷം അത് ആരുടെ അടുത്തേക്ക് അയക്കും? ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ അദ്ദേഹം ഒപ്പുവെക്കണം. അദ്ദേഹം ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ബിൽ ഒരു ലോ ആയി മാറും, ഒരു നിയമമായി മാറും. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഇതിലും ഒരുപാട് വേറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഞാൻ തൽക്കാലം ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാകുന്നത്, ഇന്ത്യയിൽ ഒരു നിയമം വരുന്നത്? ആദ്യം അത് ബിൽ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ബന്ധപ്പെട്ട മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യുന്നു. ആദ്യം ലോക്സഭയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം, രാജ്യസഭയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? മണി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് വരും. ഒരു ടൈപ്പ് ഓഫ് ബില്ലുണ്ട്, മണി ബിൽ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ മണി ബിൽ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. ഓക്കെ അല്ലേ? മണി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. അല്ലാത്ത മെജോറിറ്റി ബില്ലുകളും ലോക്സഭയിലോ രാജ്യസഭയിലോ ഇതിൽ എവിടെ വേണോ നിങ്ങൾക്ക് ആദ്യം അവതരിപ്പിക്കാം. അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇരു സഭകളും അതെന്ത് ചെയ്യണം? ചർച്ച ചെയ്ത് പാസ്സാക്കണം. പാസ്സാക്കിയാൽ അത് ആരുടെ അടുത്തേക്ക് അയക്കുന്നു? ആ ബിൽ, പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ അദ്ദേഹം അത് ഒപ്പുവെക്കുന്നു. ആ ബില്ലിൽ ഒപ്പുവെക്കുമ്പോൾ അത് എന്തായി മാറുന്നു? നിയമമായി മാറുന്നു. ക്ലിയർ ആണ്? യെസ്. ഇനി ക്യാൻ സമ്മൺ പ്രൊറോഗ് സെഷൻസ് ആൻഡ് ഡിസോൾവ് ദ ലോക്സഭ. അദ്ദേഹത്തിന് ലോക്സഭാ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന്റെ പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. വേണമെങ്കിൽ ലോക്സഭയെ പിരിച്ചുവിടുകയും ചെയ്യാം. ആർക്ക്? പ്രസിഡന്റിന്റെ അധികാരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനെ സംബന്ധിച്ച് പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ്, റോൾസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പോൾ പ്രസിഡന്റ് കാരണമാണ് ഒരു ബിൽ നിയമമായി മാറുന്നത്. ആരൊപ്പുവയ്ക്കുമ്പോൾ? പ്രസിഡന്റ് ഒപ്പുവയ്ക്കുമ്പോൾ. ഇനി delivers a special address at the beginning of the first session after general elections and at the start of each year. അപ്പൊ പ്രത്യേകം ഓർത്തിരിക്കുക, ഇദ്ദേഹത്തിന് പ്രത്യേകം പാർലമെന്റിൽ സംസാരിക്കാനുള്ള അധികാരങ്ങളുണ്ട്. എപ്പോഴൊക്കെ? ഒന്നുകിൽ ഒരു ഇലക്ഷന് ശേഷം പുതുതായിട്ടൊരു സഭ അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ആദ്യത്തെ സഭ മീറ്റിംഗിൽ, പാർലമെന്റിന്റെ മീറ്റിംഗിൽ എന്ത് ചെയ്യാം? സെഷനിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ക്ലിയർ ആണ്? വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേ, പാർലമെന്റിന് 3 സെഷൻസ് ആണുള്ളത്. BMW എന്ന് പഠിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വലിയ വലിയ BMW കാറിലും ഓഡി കാറിലും ബെൻസ് കാറിലും ഒക്കെയാണ് ഈ MP മാരെ സമ്മേളനത്തിന് വരുന്നത്, കണ്ടിട്ടില്ലേ? അത്തരത്തിലൊരു സെഷനായിട്ട് BMW നിങ്ങൾ പഠിച്ചു വെക്കുക.
പാർലമെന്റിൽ എത്ര സെഷൻ ഉണ്ടാ? 3 സെഷൻ ഉണ്ട്. BMW. ഓക്കെ അല്ലേ? ബി എന്ന് പറയുന്നത് ബഡ്ജറ്റ് സെഷൻ. ബി എന്ന് പറയുന്നത് എന്താ? ബഡ്ജറ്റ് സെഷൻ. എം എന്ന് പറയുന്നത് മൺസൂൺ സെഷൻ. മൺസൂൺ സെഷൻ. W വിന്റർ സെഷൻ. ഓക്കെ അല്ലേ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്നത് ബഡ്ജറ്റ് സെഷൻ ആയിരിക്കും, രണ്ടാമത് നടക്കുന്ന മൺസൂൺ സെഷനും, മൂന്നാമത് വിന്റർ സെഷനും. അപ്പൊ ഒരു വർഷത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു വർഷത്തിൽ എത്ര തവണ പാർലമെന്റ് യോഗം കൂടാറുണ്ട്? 3 തവണ. ആ 3 സെഷനുകളുടെ പേരെന്ന് പറഞ്ഞ BMW എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക. ബഡ്ജറ്റ്, മൺസൂൺ ആൻഡ് വിന്റർ സെഷൻ. ബഡ്ജറ്റ് സെഷൻ, വിന്റർ സെഷൻ ആൻഡ് മൺസൂൺ സെഷൻ. ഇത്തരത്തിൽ സെഷൻസ് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു വർഷം സെഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ആർക്ക് സംസാരിക്കാം? ഇന്ത്യൻ പ്രസിഡന്റിന് സംസാരിക്കാം. അപ്പൊ പ്രത്യേകം പറഞ്ഞ് സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സ് നമ്മുടെ പ്രസിഡന്റിന് കൊടുക്കാൻ കഴിയുന്നത് എപ്പോഴൊക്കെയാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രസിഡന്റ് സംസാരിക്കാം, പാർലമെന്റിൽ സംസാരിക്കാം. പക്ഷെ എപ്പോഴൊക്കെയാ? പ്രധാനമായിട്ടും ഒന്ന്, ഒരു വർഷത്തിൽ ആദ്യത്തെ സെഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സംസാരിക്കാം, ആദ്യത്തെ സെഷന്റെ ഭാഗമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ എന്താ, പുതിയൊരു മന്ത്രിസഭ വന്ന് അധികാരത്തിലേൽക്കുമ്പോൾ. ഇപ്പൊ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പറയാറില്ലേ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പാർലമെന്റിൽ സംസാരിക്കാം. ഇനി ക്യാൻ ഇഷ്യൂ ഓർഡിനൻസസ് വെൻ പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ. ആർട്ടിക്കിൾ 123 പ്രകാരം. പ്രത്യേകം ഓർത്തിരുന്നോളെ, ആർട്ടിക്കിൾ 123 ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞ, എങ്ങനെയാ ഒരു നിയമം ഇന്ത്യയിൽ പാസ്സാകുന്നത്? ഇന്ത്യയിൽ ഒരു നിയമം എങ്ങനെ പാസ്സാകുന്നത്? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബില്ലിന്റെ രൂപത്തിൽ വന്നിട്ട് അത് ഇരുസഭകൾ ചർച്ച ചെയ്ത് അത് നിയമമാകുന്നു. ഒരു വർഷത്തിൽ എത്ര തവണ സെഷൻസ് ഉണ്ട്? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 തവണ സെഷൻസ് ഉണ്ട് അല്ലെ? യെസ്, ബഡ്ജറ്റ് സെഷൻ അത് ഫെബ്രുവരി മാർച്ചിലായിട്ട്, ജനുവരി ഫെബ്രുവരി മാർച്ചിനിടയ്ക്ക് നടക്കുന്നതാണ്. ഫെബ്രുവരി മാർച്ചാണ് പ്രധാനമായിട്ടും. അടുത്തത് മൺസൂൺ സെഷൻ ജൂൺ ജൂലൈയിൽ. വിന്റർ സെഷൻ എന്ന് പറയുന്നത് ഡിസംബർ, നവംബർ ഡിസംബർ ജാനുവരി, ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് അറിയേണ്ട വസ്തുത എന്താ? 6 മാസം കൂടുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സഭ കൂടുന്നുണ്ട്, പാർലമെന്റ് യോഗം കൂടുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ പാർലമെന്റ് സഭായോഗം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് എൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ 1 മാസമൊക്കെ ആയിരിക്കുമല്ലോ, 1 മാസത്തിനുള്ളിൽ എൻഡ് ആവുമല്ലോ. അടുത്ത സെഷനുമായിട്ട് 6 മാസത്തെ ഗ്യാപ്പ് വരെ കിടപ്പുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് അത്യാവശ്യമായിട്ട് ചില നിയമങ്ങൾ പാസ്സാക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും? പാർലമെന്റ് അടിയന്തര യോഗം വിളിക്കാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും റെഗുലർ ആയിട്ട് അങ്ങനെ ചെയ്യാൻ നിവർത്തില്ല. അത്ര അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ മാത്രമേ വിളിച്ചു ചേർക്കാറുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡാറ്റ, അത്തരത്തിൽ ഒരു ഗ്യാപ്പ് കിടക്കുമല്ലോ, 2 പാർലമെന്റ് സെഷനുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് അടിയന്തരമായി നിയമങ്ങൾ പാസ്സാക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നാൽ ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യാം? ഓർഡിനൻസസ് പുറത്തിറക്കി ആ നിയമം നടപ്പിലാക്കാം. എന്ത് പുറത്തിറക്കി? ഓർഡിനൻസുകൾ പുറത്തിറക്കി ആ നിയമം നടപ്പിലാക്കാം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ പറയുന്ന ഓർഡിനൻസ് അടുത്ത പാർലമെന്ററി യോഗം കൂടുമ്പോൾ അവതരിപ്പിച്ച് അതിനെ നിയമമാക്കി പാസ്സാക്കുക. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? 2 പാർലമെന്റ് യോഗങ്ങൾ തമ്മിൽ, പാർലമെന്റ് സെഷൻസ് തമ്മിൽ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. 6 മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് ചില നിയമങ്ങൾ പെട്ടെന്ന് പാസ്സാക്കേണ്ടി വരികയാണ്. കേന്ദ്ര സർക്കാരിന് പാസ്സാക്കേണ്ടി വന്നാൽ അവർക്ക് എന്ത് ചെയ്യാം? നേരെ പ്രസിഡന്റിനെ സമീപിക്കാം. പ്രസിഡന്റിന് ആർട്ടിക്കിൾ 123 നൽകിയിരിക്കുന്ന അധികാരപ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഓർഡിനൻസ് പുറത്തിറക്കാം. എന്ത് പുറത്തിറക്കാം? ഓർഡിനൻസ് പുറത്തിറക്കി അങ്ങനെ ഒരു നിയമമായിട്ട് അതിനെ എന്ത് ചെയ്യാം? നടപ്പിലാക്കാം. പക്ഷേ വിഷയം എന്താ? ഈ ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ അടുത്ത പാർലമെന്റ് യോഗത്തിൽ തന്നെ അവതരിപ്പിച്ച് എന്ത് ചെയ്തോളണം? പാസ്സാക്കിക്കൊള്ളണം. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇതൊക്കെ ആരുടെ അധികാരങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രസിഡന്റിന്റെ അധികാരങ്ങൾ. അപ്പൊ എന്തൊക്കെയാ പ്രസിഡന്റ് അധികാരങ്ങൾ? പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ഒരു ബില്ലും നിയമമാകില്ല. പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ നിയമമാകൂ. അദ്ദേഹത്തിന് ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാം. വിളിച്ചു ചേർക്കാം, ഡിസോൾവ് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള പല കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ പാർലമെന്റിൽ സംസാരിക്കാം. എപ്പോഴൊക്കെ പ്രധാനമായിട്ടും പ്രസിഡന്റ് സംസാരിക്കാൻ കഴിയുന്നത്? ഒന്ന്, പാർലമെന്റിലെ സെഷനുകൾ ആരംഭിക്കുമ്പോൾ, അതുപോലെ തന്നെ ജനറൽ ഇലക്ഷന് ശേഷം പാർലമെന്റ് ഒത്തുകൂടുമ്പോൾ, അതുപോലെ തന്നെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം. പാർലമെന്റ് നിലവിലില്ലാത്ത സമയത്ത് കേന്ദ്ര സർക്കാരിന് പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി പുതിയ നിയമങ്ങൾ ഓർഡിനൻസ് ആയി കൊണ്ടുവരാം. പക്ഷെ അടുത്ത പാർലമെന്ററി യോഗം കൂടുമ്പോൾ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കണം. ഓക്കെ അല്ലേ? അത്തരത്തിൽ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയുന്ന സഹായിക്കുന്ന ആർട്ടിക്കിളാണ് 123 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. അടുത്തത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് നമ്മുടേത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് നമ്മുടേത്. എന്ന് വെച്ചാൽ 2 സഭകളുടെ കൂട്ടായ്മയായിട്ടാണ്, 2 സഭകളുടെ കൂട്ടായ്മകളായിട്ടാണ് നമ്മുടെ പാർലമെന്റ് മുന്നോട്ട് പോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഡൈവേഴ്സ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ്. എന്ത് റെപ്രസെന്റേഷനാണ്? ഡൈവേഴ്സ് റെപ്രസെന്റേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് രാജ്യസഭ എന്ന് പറയുന്ന അപ്പർ ഹൗസ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യസഭ എന്ന് പറയുന്ന അപ്പർ ഹൗസിന് പ്രത്യേകം ശ്രദ്ധിക്കുക,
സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും റെപ്രസെന്റേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും, സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആര്? രാജ്യസഭ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതേസമയം ലോക്സഭ ആര് റെപ്രസെന്റ് ചെയ്യുന്നു? ജനങ്ങളെ നേരിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു നോക്കിയാൽ, രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് രാജ്യസഭ. ജനങ്ങളെ നേരിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ലോക്സഭ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഫെസിലിറ്റീസ് ഡെലിബറേഷൻ, ചെക്സ് ആൻഡ് ബാലൻസ് ഇൻ ലോ മേക്കിംഗ്. അപ്പൊ രണ്ടുപേരും ലോ മേക്കിങ്ങിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെ? രാജ്യസഭ ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ലെജിസ്ലേച്ചർ അറിയപ്പെടുന്നത് ബൈക്യാമറൽ. ബൈക്യാമറൽ എന്നാണ്. ബൈക്യാമറൽ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ചില ഒട്ടകങ്ങൾക്ക് രണ്ട് ഹമ്പ് ഉണ്ടാവും. ബൈക്യാമറൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. രണ്ട് ഹൗസോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. രണ്ട് ഹൗസ് ചേർന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാർലമെന്റ് പ്രവർത്തനം നടക്കുന്ന അപ്പർ ഹൗസും ലോവർ ഹൗസും. ക്ലിയർ? അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, മറന്നുപോരുത്. യെസ്, ലോക്സഭയിലെ പരമാവധി സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. ലോക്സഭയിലെ പരമാവധി സ്ട്രെങ്ത് എത്രയാണ്? 550. ഉറപ്പായിട്ട് ചോദിക്കുകയെ. അതിൽ 530 സ്റ്റേറ്റുകളിൽ നിന്നുള്ള സീറ്റും 20 യൂറ്റികളിൽ നിന്നുള്ള സീറ്റും, യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള സീറ്റുമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടെ. യെസ്, പറഞ്ഞ ലോക്സഭയിൽ പരമാവധി സീറ്റുകളുടെ എണ്ണം എത്രയാ? 550. യെസ്, സംസ്ഥാനങ്ങളിൽ നിന്ന് 530ഉം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 20 സീറ്റുകളും അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ 550 ആണ് പരമാവധി സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ നിലവിലെ കറന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. അപ്പൊ നിലവിൽ എത്ര പേരുണ്ട്? നിലവിൽ ലോക്സഭയിൽ എത്ര പേരുണ്ടോ? 543. എങ്ങനെയാണ് ഇലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് ഇലക്ഷൻ ഫ്രം കോൺസ്റ്റിറ്റ്യുവൻസീസ്. നിയമസഭാ മണ്ഡലങ്ങളിൽ നേരിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അംഗങ്ങളെ കണ്ടെത്തുന്നത്, ലോക്സഭയിൽ അംഗങ്ങളെ കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ രാജ്യസഭയിൽ എങ്ങനെയാണ് പരമാവധി സീറ്റുകളുടെ എണ്ണം? 250. 238 ഇലക്ട് ചെയ്യപ്പെട്ടും 12 പേർ നോമിനേറ്റ് ചെയ്യപ്പെട്ടുമാണ് വരേണ്ടത്. അവിടെ വളരെ പ്രധാനപ്പെട്ട രീതി ഇങ്ങനെയാണ്. 238 പേർ ഇലക്ട് ചെയ്യപ്പെട്ടും 12 പേർ നോമിനേറ്റ് ചെയ്യപ്പെട്ടുമാണ് വരേണ്ടത്. അങ്ങനെ പരമാവധി ഇപ്പോ ഓർത്തിരിക്കുക 250 സീറ്റുകളാണ്. നിലവിൽ എത്ര രാജ്യസഭാംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 245. കിട്ടിയോ? 245. അപ്പൊ ഒന്നുകൂടി ലോക്സഭ ആകെ പരമാവധി സീറ്റുകളുടെ എണ്ണം, ലോക്സഭയിൽ പരമാവധി സീറ്റുകളുടെ എണ്ണം 550. 530 സംസ്ഥാനങ്ങളിൽ നിന്നും 20 യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ് വരേണ്ട സീറ്റുകളുടെ എണ്ണം. സ്റ്റേറ്റുകളിൽ നിന്ന് 530, യൂണിയൻ ടെറിട്ടറികളിൽ നിന്ന് 20. രാജ്യസഭയിൽ എത്രയാ പരമാവധി സീറ്റ്? 250. യെസ്, 238 ഇലക്ട് ചെയ്യപ്പെട്ടും 12 നോമിനേറ്റ് ചെയ്യപ്പെട്ടും. പറഞ്ഞ് ലോക്സഭയിൽ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 543. പരമാവധി 550, നിലവിൽ 543. രാജ്യസഭയിലോ പരമാവധി 250, നിലവിൽ 245. എങ്ങനെയാ രാജ്യസഭയിൽ ഇലക്ഷൻ മെത്തേഡ്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ ബൈ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ലെജിസ്ലേച്ചേഴ്സ് പ്ലസ് പ്രസിഡൻഷ്യൽ നോമിനേഷൻ. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന ആൾക്കാരെ പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ അല്ലെ? പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവരെ എല്ലാവരും സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ലെജിസ്ലേച്ചേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? തെരഞ്ഞെടുത്ത് വിടേണ്ടത്. കിട്ടിയോ? വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. ലോക്സഭയിൽ ഡയറക്റ്റ് ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ നേരിട്ട് ചെന്ന് ജനങ്ങൾ നേരിട്ട് ചെന്ന് തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിടുന്നു. രാജ്യസഭയിലാണെങ്കിൽ നിയമസഭകളിൽ നിന്നാണ് തെരഞ്ഞെടുത്ത് ആൾക്കാരെ വിടുന്നത്. ക്ലിയർ ആണ്? നിയമസഭകളിലെ പ്രതിനിധികൾ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? അയക്കുന്നു. സെറ്റാണ്? യെസ്. അപ്പോൾ ലോക്സഭ എന്താണ്, രാജ്യസഭ എന്താണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് ഡ്യൂറേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ലോക്സഭയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ 5 വർഷമാണ്. ലോക്സഭയുടെ ഡ്യൂറേഷൻ എത്ര വർഷമാ? 5 വർഷമാണ്. ഓർത്തിരിക്കുക, ലോക്സഭയുടെ ഡ്യൂറേഷൻ ഒരിക്കൽ കൂടി 5 വർഷം. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. എന്നാൽ രാജ്യസഭയുടേത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. രാജ്യസഭയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? രാജ്യസഭയുടേത് 6 വർഷമാണ്. ഓക്കെ അല്ലെ? രാജ്യസഭയുടേത് 6 വർഷമാണ്. ഓർത്തിരിക്കുക. അപ്പൊ ലോക്സഭ എത്രയാ? ലോക്സഭ 5, രാജ്യസഭയുടെ 6ലേക്ക് കണക്ട് ചെയ്ത്. രാജ്യസഭ 6 അല്ലേ? അപ്പൊ 6 വർഷം കണക്ട് ചെയ്തോ? യെസ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ലോക്സഭ എന്ന് പറയുന്നത് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ 1 year അറ്റ് എ ടൈം ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി, മാക്സിമം 6 months ആഫ്റ്റർ എമർജൻസി എൻഡ്സ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചേ. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്.
ആ ലോക്സഭ 5 വർഷം ആണ് കാലാവധി എങ്കിൽ പോലും, പരമാവധി 5 വർഷം തന്നെയാണ് കാലാവധി. പക്ഷെ ഒരു എക്സെപ്ഷൻ കൂടി ഓർത്തിരിക്കുക, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യാം, 1 വർഷവും കൂടി കൂടുതൽ എന്ത് ചെയ്യാം, നീട്ടാം. ഓക്കെ അല്ലേ? ക്യാൻ ബി എക്സ്റ്റെൻഡ് ബൈ 1 year അറ്റ് എ ടൈം ഡ്യൂറിങ് നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയുടെ സമയത്ത് വേണമെങ്കിൽ 1 year വെച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് കൂട്ടാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയൂ, എമർജൻസി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലോക്സഭയ്ക്ക് പരമാവധി 6 മാസം വരെ തുടരാം. ഞാൻ പറഞ്ഞതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങൾ ആദ്യം 5 വർഷം കോൺസെൻട്രേറ്റ് ചെയ്ത്, ലോക്സഭയിൽ എത്ര വർഷമാണ് പരമാവധി ഇരിക്കാൻ കഴിയുന്നത്? ലോക്സഭയുടെ ടേം 5 വർഷമാണ്. ഓക്കെയാണ്. ഇനി ആ 5 വർഷം തീരുന്ന സമയത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണെന്ന് കരുതുക. 1 വർഷം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അവർ കൂട്ടാൻ പറ്റും. 1 വർഷം കൂട്ടാം. അങ്ങനെ 1 വർഷം കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ നാഷണൽ എമർജൻസി അവസാനിച്ചു എന്നിരിക്കട്ടെ. അവസാനിച്ചാൽ ആ ലോക്സഭയ്ക്ക് ഒരു 6 മാസം വരെ പരമാവധി എന്ത് ചെയ്യാൻ കഴിയും, പിന്നെയും തുടരാൻ കഴിയും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്തോളണം, ഇലക്ഷനെ ഫേസ് ചെയ്തോളണം. ക്ലിയർ ആണ്? ഇനി രാജ്യസഭയിലേക്ക് വരികയാണ്. രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ്, ഒരിക്കലും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. രാജ്യസഭയെ ഒരിക്കലും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെർമനന്റ് ബോഡി ആരാ? രാജ്യസഭയാണ്. രാജ്യസഭയുടെ രസകരമായ കാര്യം എന്ന് പറയുന്നത് 1/3 മെമ്പേഴ്സ് റിട്ടയർ എവറി 2 years. അപ്പൊ അവരുടെ ടേം 6 വർഷം. പ്രത്യേകം ഓർത്തിരിക്കുക, 6 വർഷമാണ് ആരുടെ ടേം? രാജ്യസഭയുടെ ടേം എന്ന് പറയുന്നത്. ഒരാൾക്ക് രാജ്യസഭയിൽ 6 വർഷം പരമാവധി ഇരിക്കാം. ഇതിൽ തന്നെ അങ്ങനെ ഇരിക്കുന്ന രാജ്യസഭയിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആൾക്കാർ വീതം റിട്ടയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്? ഞാൻ പറയുന്ന ഒന്നുകൂടെ നന്നായിട്ട് കേട്ടെ. രാജ്യസഭയുടെ പരമാവധി കാലയളവ് എത്ര വർഷമാണ്? 6 വർഷം. രാജ്യസഭാ അംഗത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു രാജ്യസഭാ അംഗത്തിന് പരമാവധി എത്ര വർഷം? 6 വർഷം വരെ ഇരിക്കാം. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ ആക്ച്വലി പെർമനന്റ് ബോഡിയാണ്. രാജ്യസഭയെ ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു രാജ്യസഭാ അംഗത്തിന് കാലാവധി നിശ്ചയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ലോക്സഭ ഓരോ 5 വർഷം കൂടുന്തോറും ഡിസോൾവ് ആകും, പുതിയ സഭ വരും. രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ ഒരിക്കലും ഡിസോൾവ് ആകില്ല, പെർമനന്റ് ബോഡിയാണ്. എന്നാൽ ഒരു രാജ്യസഭയിലെ ഒരു അംഗത്തിന്റെ കാലാവധിയാണ് എത്ര? 6 വർഷം. കിട്ടിയോ? ഇനി രാജ്യസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ 1/3 എണ്ണം, രാജ്യസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ 1/3 പേർ എല്ലാ 2 വർഷം കൂടുന്തോറും റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? സെറ്റാണ്? യെസ്, വെരി ഗുഡ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ക്വാളിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും മത്സരിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭ ഏറ്റവും കുറഞ്ഞത് എത്ര വയസ്സ്? 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ആൻഡ് രജിസ്റ്റേർഡ് വോട്ടർ ഇൻ എനി കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വോട്ടർ കൂടിയായിരിക്കണം അയാൾക്ക് എന്ത് ചെയ്യാം? ലോക്സഭയിൽ മത്സരിക്കാം. പ്രായം 25 വയസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. 2 കണ്ടീഷൻ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 25 വയസ്സ് പൂർത്തിയായിരിക്കണം, ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ക്ലിയർ ആണ്? രാജ്യസഭയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, പക്ഷേ പ്രായം 30 വയസ്സ്. കുറഞ്ഞത് എത്ര വേണം? 30 വയസ്സ്. പിന്നെ എന്ത് ചെയ്യണം? യെസ്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ഒരു വോട്ടറായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്ത് ചെയ്തിരിക്കണം? വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആണ്? ഇത്രയൊക്കെയാണ്. അപ്പൊ ലോക്സഭയുടെ ക്വാളിഫിക്കേഷൻ നമ്പർ 1 ഇന്ത്യൻ സിറ്റിസൺ 25 വയസ്സ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? രാജ്യസഭ ഇന്ത്യൻ സിറ്റിസൺ 30 വയസ്സ്. ഇന്ത്യൻ സിറ്റിസൺ 30 വയസ്സ്. ക്ലിയർ? യെസ്. അടുത്തത് ഡിസ്ക്വാളിഫിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ എന്തൊക്കെ കാരണങ്ങളാൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം നഷ്ടപ്പെടാം എന്നൊരു ചോദ്യം വരാം, ഉറപ്പായിട്ടും വരാം. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാണേ. യെസ്, ഡിസ്ക്വാളിഫിക്കേഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 102 വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 102 പറയുന്നത് ഇങ്ങനെയാണ്: ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അനധികൃതമായിട്ട് പൈസ സമ്പാദിച്ചാൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അഴിമതി. ഓക്കെ അല്ലേ? അൺസൗണ്ട് മൈൻഡ്, ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ഇദ്ദേഹം അംഗത്വം നേടിയിരിക്കുന്ന കാലയളവിൽ എപ്പോഴെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ, ഇൻസോൾവൻസി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? പുറത്താകാം. ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുത്താൽ, ഓക്കെ അല്ലേ? ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി അയാൾ, ഇപ്പൊ ഞാനൊരു രാജ്യസഭാംഗമോ ലോക്സഭാംഗമാണെന്ന് കരുതുക. ഞാൻ പെട്ടെന്ന് നിന്ന്
ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ആ ഒരു പ്രാതിനിധ്യം നഷ്ടമാകും. ലോക്സഭാംഗത്വമാണെങ്കിലും ശരി, രാജ്യസഭാംഗത്വമാണെങ്കിലും ശരി, അത് ക്യാൻസൽ ആകും, ഡിസ്ക്വാളിഫൈ ആകും. അതുപോലെ തന്നെ ഡിഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂറുമാറ്റം നടത്തിയാലും എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. ഓക്കെയാണ്. കൂറുമാറ്റം, അതായത് ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് ഈ സഭയിലെത്തിയതിനു ശേഷം ആ മുന്നണിയെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ വരികയും അങ്ങനെ സ്ഥാനം നഷ്ടമാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം ചില ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 102 എന്ത് കിടക്കുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ കിടക്കുന്നത്. ആർട്ടിക്കിൾ 102 ഡിസ്ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. ലോക്സഭ, രാജ്യസഭ അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ 102 ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുപോലെ ഏത് നിയമത്തിലും പറയുന്നുണ്ട്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? കറപ്റ്റ് പ്രാക്ടീസസ്, അഴിമതി, കൺവിക്ഷൻ, ഈ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ പിന്നീട്, ഓക്കെ അല്ലേ, നോട്ട് ഡിക്ലെയറിംഗ് ഇലക്ഷൻ എക്സ്പെൻസസ്, കൃത്യമായിട്ട് ഇലക്ഷന്റെ ചിലവുകൾ കാണിച്ചില്ലെങ്കിൽ, സർട്ടൺ ഗവൺമെന്റ് കോൺട്രാക്ട്സ്, അനധികൃതമായിട്ട് ഗവൺമെന്റ് കോൺട്രാക്ട്സുകൾ നേടിയെടുത്താൽ, ഡിസ്മിസൽ ഫോർ കറപ്ഷൻ ഓർ ഡിസ്ലോയാലിറ്റി, എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കറപ്ഷനോ ഡിസ്ലോയാലിറ്റിയോ ഒക്കെ കാണിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ കണ്ടല്ലോ എന്തൊക്കെയാ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അഥവാ 1951, RPA ആക്ട് 1951 പ്രകാരം എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ്? ഈ പറഞ്ഞ അഴിമതി, അതുപോലെ തന്നെ ഏതെങ്കിലും കേസിൽ പ്രതിയാക്കപ്പെടുക, അതുപോലെ പ്രതിയാക്കപ്പെടുക മാത്രമല്ല ശിക്ഷിച്ചാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് കാണിക്കാതിരുന്നാൽ, സർട്ടൻ ഗവൺമെന്റ് കോൺട്രാക്ട്സ് നേടിയെടുത്താൽ, അതുപോലെ തന്നെ കറപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ലോയാലിറ്റിയുടെ പേരിൽ എപ്പോഴെങ്കിലും ഡിസ്മിസൽ വാങ്ങിയാൽ, ഇതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ആന്റി ഡിഫെക്ഷൻ ആക്ട് 1985, കൂറുമാറ്റ നിരോധന നിയമം 1985. ഇതും എന്തിന് കാരണമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാണ്. പാർട്ടി ഹോപ്പിംഗ്, വോട്ടിംഗ് അഗെയിൻസ്റ്റ് പാർട്ടി വിപ്പ്, ഇൻഡിപെൻഡൻസ് ജോയിനിങ് പാർട്ടീസ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ജോയിനിങ് പാർട്ടി ആഫ്റ്റർ 6 months. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിട്ട് കൂറുമാറ്റ നിരോധനമായിട്ട് കണക്കാക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യും. അതായത് പാർട്ടിയെ ചതിക്കുക, പാർട്ടി മാറി എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക, പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിഭിന്നമായിട്ട് വോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പാർട്ടിയെ ചതിച്ച് മറ്റു പാർട്ടികളിൽ ജോയിൻ ചെയ്യുക, അങ്ങനെയുള്ള പല കലാപരിപാടികളിലൂടെ കൂറുമാറ്റ നിരോധനം നടത്തിയതായി പ്രഖ്യാപിക്കപ്പെടുകയും അവരൊക്കെ തന്നെ എന്ത് സംഭവിക്കുന്നവർക്ക്? തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക, അവർക്കൊക്കെ തന്നെ വളരെ പ്രധാനമാണ് ഓർത്തിരിക്കുക, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ പ്രഖ്യാപിച്ച് അയോഗ്യരാക്കി പുറന്തള്ളുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഡിസ്ക്വാളിഫിക്കേഷൻ. യെസ്. അടുത്തത് വെക്കേഷൻ ഓഫ് സീറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് വെക്കേഷൻ ഓഫ് സീറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. റീസൺസ് നമുക്ക് നോക്കാം. ഡബിൾ മെമ്പർഷിപ്പ്, ഡിസ്ക്വാളിഫിക്കേഷൻ, റെസിഗ്നേഷൻ, ആബ്സെൻസ് ഫോർ 60 days, കോർട്ട് അന്യൂൾമെന്റ് ഓഫ് ഇലക്ഷൻ, എക്സ്പൾഷൻ, അപ്പോയിന്റ്മെന്റ് ആസ് പ്രസിഡന്റ് ഓർ ഗവർണർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഒരു സീറ്റ് വേക്കന്റ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന കണ്ടീഷൻസ് എപ്പോഴൊക്കെയാണ്? ഒരു സീറ്റ് വേക്കന്റ് ആണ്, അതാണ് വെക്കേഷൻ ഓഫ് സീറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഡബിൾ മെമ്പർഷിപ്പ്. ഓക്കെ അല്ലേ? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരാൾക്ക് 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? മത്സരിക്കാം. ഇപ്പോ തിരുവനന്തപുരം നിയോജക മണ്ഡലമുണ്ട്, കൊല്ലം നിയോജക മണ്ഡലമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും നിൽക്കുന്നു, എനിക്ക് നിൽക്കാം. രണ്ടിടത്തും ഞാൻ ജയിക്കുകയാണ്. 2 നിയോജക മണ്ഡലങ്ങളെയും റെപ്രസെന്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ലോക്സഭയിൽ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മത്സരിക്കാം, 2 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാം, പക്ഷേ 2ഇടത്തും ജയിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. 2 നിയോജക മണ്ഡലങ്ങളെയും റെപ്രസെന്റ് ചെയ്ത് ലോക്സഭയിൽ പോകാൻ പറ്റില്ല. ലോക്സഭയിൽ പോകുമ്പോൾ എനിക്ക് തീരുമാനിക്കേണ്ടി വരും ഏത് നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെയാണ്? എന്നിട്ട് ഞാൻ ഏത് നിയോജക മണ്ഡലത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്, ആ മണ്ഡലത്തിന്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു മണ്ഡലത്തിന് മത്സരം ജയിച്ചല്ലോ, ആ മണ്ഡലത്തെ വേക്കന്റ് ആയി പ്രഖ്യാപിക്കുക, അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ ആണോ? യെസ്. അപ്പൊ നോക്കൂ,
എ എന്നും ബി എന്നും പറഞ്ഞ് ഞാൻ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. രണ്ടിടത്തും ഞാൻ എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. പക്ഷെ ലോക്സഭയിലേക്ക് പോകുമ്പോൾ എനിക്കിതിൽ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കേണ്ടി വരും. ഞാൻ എ തിരഞ്ഞെടുത്താൽ ബി വേക്കന്റ് ആയിട്ട് വീണ്ടും പ്രഖ്യാപിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഇപ്പോ നിങ്ങൾ ആലോചിച്ചു, എയിൽ ബിയിൽ മത്സരിക്കുന്നു, ഞാൻ ബിയിൽ തോൽക്കുന്നു, എയിൽ ജയിക്കുന്നു, ഒരു വിഷയവുമില്ല. ക്ലിയർ ആണ്? രണ്ടിടത്തും ജയിക്കുമ്പോഴാണ് വിഷയം. രണ്ടിടത്തും ജയിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതിനാണ് ഡബിൾ മെമ്പർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ആ ഡബിൾ മെമ്പർഷിപ്പ് വന്നാൽ ഏതെങ്കിലും ഒരു സീറ്റ് വേക്കന്റ് ആയതായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്താൽ, ഒരാൾ ഡിസ്ക്വാളിഫൈ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്, ആ സീറ്റ് വേക്കന്റ് ആണെന്ന് പ്രഖ്യാപിക്കും. ഒരാൾ റിസൈൻ ചെയ്താൽ ആ സീറ്റ് വേക്കന്റ് ആണെന്ന് പ്രഖ്യാപിക്കും. 60 ദിവസം തുടർച്ചയായിട്ട് ഈ പറയുന്ന പോലെ തന്നെ പാർലമെന്റിൽ വരുന്നില്ല, അപ്പോഴും എന്ത് ചെയ്യും? ആ സീറ്റ് വേക്കന്റ് ആയതായി പ്രഖ്യാപിക്കും. ഇനി കോർട്ടിന്റെ ഒരു ഉത്തരവ് വരികയാണ്, അയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെ? യെസ്, തീർച്ചയായിട്ടും വേക്കന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. പുറത്താക്കൽ, എക്സ്പൾഷൻ, അപ്പോയിന്റ്മെന്റ് ആസ് പ്രസിഡന്റ് ഓർ ഗവർണർ. ലോക്സഭാംഗത്തിനോ രാജ്യസഭാംഗമായിരിക്കുന്ന ഒരാളെയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടോ അയാളെ എന്ത് ചെയ്യണം? നിയമിക്കുകയാണെങ്കിൽ അപ്പോഴും അയാളുടെ സീറ്റ് വേക്കന്റ് ആയതായിട്ട് പ്രഖ്യാപിക്കും. വ്യക്തമായല്ലോ? ഇതാണ് വെക്കേഷൻ ഓഫ് സീറ്റ് അല്ലെങ്കിൽ വേക്കന്റ് സീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ശരി. അടുത്തത് പ്രിസൈഡിങ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിസൈഡിങ് ഓഫീസേഴ്സ് നമുക്ക് നോക്കാം. അതായത് നേതൃത്വം നൽകുന്നത്, നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ, ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ലോക്സഭയിൽ അത് സ്പീക്കറാണ്. ആർട്ടിക്കിൾ 93 വ്യക്തമായി പറയുന്നുണ്ട് ആരാണ്? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ലോക്സഭ സ്പീക്കർ ആയിരിക്കും ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസർ. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാവും. പാനൽ ഓഫ് അപ് ടു 10 ചെയർപേഴ്സൺസ്, വിവിധ കമ്മിറ്റികളുടെ, ലോക്സഭാ അംഗങ്ങളുടെ ആയിട്ടുള്ള കമ്മിറ്റികളുടെ 10 ചെയർപേഴ്സൺസ് കൂടി ആരെ സഹായിക്കാനുണ്ടാവും? ലോക്സഭ സ്പീക്കറെ സഹായിക്കാനുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആര്? ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആരാ? യെസ്, ലോക്സഭ സ്പീക്കറാണ്. ആർട്ടിക്കിൾ 93 പ്രകാരമാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ആരുണ്ടാവും? ഡെപ്യൂട്ടി സ്പീക്കറും 10 ചെയർപേഴ്സൺസിന്റെ ഒരു പാനലും ഉണ്ടാവും. ഇനി രാജ്യസഭയിലാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളാം, രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആരെ ചോദിച്ചാൽ അത് ചെയർമാൻ ആയിരിക്കും. ആ ചെയർമാൻ എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടി ആയിരിക്കും. പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല ചോദ്യമാണ്, മറന്നു പോകരുത്. ഒരിക്കൽ കൂടി, രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ എപ്പോഴും ചെയർമാൻ ആയിരിക്കും. രാജ്യസഭ ചെയർമാൻ ആയിരിക്കും. രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആരായിരിക്കും? രാജ്യസഭ ചെയർമാൻ. രാജ്യസഭ ചെയർമാൻ എപ്പോഴും ആരായിരിക്കുകയും ചെയ്യും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. ആർട്ടിക്കിൾ 89 പ്രകാരം ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. പ്രത്യേകം ഓർത്തിരിക്കുക, പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺസും ഉണ്ടാവും. പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺസ്. ക്ലിയർ ആണ്? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. ആരാ ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസർ? സ്പീക്കർ, ആർട്ടിക്കിൾ 93 പ്രകാരം. ആരാ രാജ്യസഭയുടെ ചെയർമാൻ? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ? യെസ്, രാജ്യസഭ ചെയർമാൻ എന്ന് പറയുന്നത് മറന്നു പോകരുത്. രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാ? ചെയർമാൻ ആണ്. ആ ചെയർമാൻ എപ്പോഴും ആരായിരിക്കണം? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം. ക്ലിയർ? അടുത്തത് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് എന്താണ്? പവേഴ്സ് എന്തൊക്കെയാണ്? നല്ല പോയിന്റ് ആണ്, ഉറപ്പായിട്ട് ചോദ്യം വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ലെജിസ്ലേറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന്, മേക്ക് ലോസ് ഓൺ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആൻഡ് റെസിഡ്യൂറി സബ്ജക്ട്സ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ത്യയിലെ ഭരണ വിഷയങ്ങൾ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്ന് അറിയാലോ? ഭരിക്കപ്പെടേണ്ട വിഷയങ്ങൾ. ആ ഭരണ വിഷയങ്ങളെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എത്രയായിട്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയെ ഓരോന്നിനും ലിസ്റ്റുകളാക്കിയിട്ടുമുണ്ട്. 3. അപ്പോൾ 3 ലിസ്റ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഭരിക്കപ്പെടേണ്ട വിഷയങ്ങളെ എത്ര ലിസ്റ്റാക്കി തരംതിരിച്ചിട്ടുണ്ട്? 3 ലിസ്റ്റാക്കി തരംതിരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഏതൊക്കെയാ? നമ്പർ 1, യൂണിയൻ ലിസ്റ്റ്. എന്ത് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്. നമ്പർ 2, സ്റ്റേറ്റ് ലിസ്റ്റ്. എന്ത് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്പർ 3, കൺകറന്റ് ലിസ്റ്റ്. എന്ത് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ്. ക്ലിയർ ആണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിച്ചേ, എന്താണ് യൂണിയൻ ലിസ്റ്റ്? യൂണിയന് മാത്രം, കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം, കേന്ദ്ര സർക്കാരിന് മാത്രം ഭരണം തീരുമാനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ്, സബ്ജക്റ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യെസ്, യൂണിയൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ യൂണിയൻ ഗവൺമെന്റിന് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളെയാണ്, അല്ലെങ്കിൽ ഭരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കോ മറ്റ് എൻറ്റിറ്റികൾക്കോ ഇതിനകത്ത് കയറി ഇടപെടാൻ പറ്റില്ല.
യെസ്. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടപെടാൻ കഴിയില്ല. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നതാണ് രാജ്യസഭ എന്ന് പറയുന്ന സഭയുടെ ഉത്തരവാദിത്വം. ഇപ്പൊ പിടികിട്ടിയോ? ഞാൻ അവിടെ പറഞ്ഞിരുന്നു, എന്താണെന്ന് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അറിയുക, അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, അധികാരങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലും പ്രത്യേക ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ വിഷയങ്ങളാണ് എവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്? രാജ്യസഭയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ എന്താണ് കൺകറന്റ് ലിസ്റ്റ്? പ്രത്യേകം ശ്രദ്ധിച്ചോ, യൂണിയൻ പ്ലസ് സ്റ്റേറ്റ് ആണ് എന്ത്? കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്ന അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? യൂണിയനും സ്റ്റേറ്റിനും ഒരുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെന്ന് പറഞ്ഞിരുന്നാലും ആർക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ? അവിടെയും യൂണിയൻ ആയിരിക്കില്ലേ? അതുകൊണ്ടാണ് നോക്ക്, പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ മേക്ക് ലോസ് ഓൺ യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് വന്നത് കണ്ടോ? യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങൾ ഉണ്ട്. ഈ 3 ലിസ്റ്റിലും പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ അവശിഷ്ടം എന്നല്ലേ വിളിക്കുന്നത്? അവശിഷ്ട അധികാരങ്ങൾ എന്നാണ് അതിന്റെ മലയാളം. ഇംഗ്ലീഷിൽ റെസിഡ്യൂറി പവേഴ്സ്. ഇന്ത്യയിൽ IT എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിക്ക് റെസിഡ്യൂറി പവർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, റെസിഡ്യൂറി സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഭരിക്കപ്പെടേണ്ട വിഷയങ്ങളെ 3 ലിസ്റ്റാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന സ്കെഡ്യൂൾ 7 ആണ് കേട്ടോ. സ്കെഡ്യൂൾ 7-ലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, സ്കെഡ്യൂൾ നമ്പർ 7. ആ 7-നകത്ത് എത്ര ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു? 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു. എന്തൊക്കെയാ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ 3-ലും പെടാത്ത കാര്യങ്ങളാണ് റെസിഡ്യൂറി പവേഴ്സ്, മലയാളം അവശിഷ്ട അധികാരങ്ങൾ എന്ന് വിളിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, യൂണിയന് മാത്രം അധികാരമുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റിന് മാത്രം, സ്റ്റേറ്റുകൾക്ക് മാത്രം അധികാരമുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, യൂണിയനും സ്റ്റേറ്റിനും ഒരുപോലെ ഇടപെട്ട് അധികാരം തീരുമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി യൂണിയൻ ലിസ്റ്റ് യൂണിയന് മാത്രം, സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റിന് മാത്രം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സഭയാണ് രാജ്യസഭ. യൂണിയനും കൺകറന്റും കൂടുതലും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് പാർലമെന്റ് മൊത്തത്തിലാണ്. പ്രധാനമായിട്ടും എന്താണ്, ലോക്സഭയും രാജ്യസഭയും കൂടി ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണ്? കൺകറന്റ്, യൂണിയൻ ലിസ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ 3-നും പെടാത്തതാണ് എന്ത്? റെസിഡ്യൂറി പവേഴ്സ്. അതിനൊരു ഉദാഹരണമാണ് IT എന്ന് പറയുന്ന വിഷയമൊക്കെ കേട്ടോ. യെസ്. ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഫിനാൻഷ്യൽ പവേഴ്സ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. പാർലമെന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ്: പാസ് ബഡ്ജറ്റ്, അപ്രൂവ് ടാക്സസ്, ലോക്സഭ ഹാസ് പ്രൈമസി ഇൻ മണി ബിൽസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, രാജ്യസഭയിൽ എന്ത് അവതരിപ്പിക്കില്ല? മണി ബിൽസ് അവതരിപ്പിക്കില്ല. മണി ബിൽസ് അവതരിപ്പിക്കില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചിട്ടെ, അപ്പൊ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് പാർലമെന്റ്? ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ എന്താണ് ധനകാര്യ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പർ 1, ഒന്ന് ബഡ്ജറ്റ് പാസ്സാക്കാം, പുതിയ ടാക്സുകൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അധികാരങ്ങൾ. ആരുടേത്? ധനകാര്യ അധികാരങ്ങൾ, പാർലമെന്റേത്. ഓക്കെ ആണോ? യെസ്. ഇനി എന്താണ് ഇലക്ടറൽ അധികാരങ്ങൾ? പാർലമെന്റിന്റെ ഇലക്ടറൽ അധികാരങ്ങൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിയായിട്ടുള്ള പാർലമെന്റ് അധികാരങ്ങൾ എന്തെല്ലാം? ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇലക്ട് പ്രസിഡന്റ്, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് ആണ്. വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആരാ? പാർലമെന്റ് ആണ്. മറ്റ് പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ ആണ്? അപ്പോൾ ഐ റിപ്പീറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും പ്രധാനപ്പെട്ട പ്രിസൈഡിങ് ഓഫീസേഴ്സ്, ലോക്സഭ സ്പീക്കർ, രാജ്യസഭ ചെയർമാൻ. അവിടെ തെരഞ്ഞെടുപ്പില്ല, രാജ്യസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പില്ല, പക്ഷെ ഡെപ്യൂട്ടി ചെയർമാൻ മറ്റു കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആരാ? ഇതൊക്കെ ചെയ്യുന്നതെല്ലാം പാർലമെന്റ് തന്നെയാണ്. ക്ലിയർ ആണ്? ഇനി എന്തൊക്കെയാണ് പാർലമെന്റിന്റെ റിമൂവൽ അധികാരങ്ങൾ? ആരെയൊക്കെ റിമൂവ് ചെയ്യാം? ഒന്ന്, ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ജഡ്ജസിനെ റിമൂവ് ചെയ്യാം, കീ ഒഫീഷ്യൽസിനെയും റിമൂവ് ചെയ്യാം. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിനെ ഉൾപ്പെടെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ: ലെജിസ്ലേറ്റീവ് നിങ്ങൾ പഠിച്ചു, ഫിനാൻഷ്യൽ പഠിച്ചു, ഇലക്ട്രൽ പഠിച്ചു, റിമൂവൽ പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. പാർലമെന്റ് അധികാരങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ബൈ സ്പെഷ്യൽ മെജോറിറ്റി കനോട്ട് ഓൾട്ടർ ബേസിക് സ്ട്രക്ചർ. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രത്യേകം ശ്രദ്ധിച്ചേ,
നമ്മുടെ ഭരണഘടന എഴുതിയ സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് ഇന്ത്യ എന്ത് രീതിയിലുള്ള രാജ്യമായിട്ട് നിലനിൽക്കുമെന്നും എന്ത് നിയമവ്യവസ്ഥയിലുള്ള രാജ്യമായിട്ട് നിലനിൽക്കുമെന്നും പറഞ്ഞ് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് എന്ത്? ബേസിക് സ്ട്രക്ചർ. എന്താണ് ബേസിക് സ്ട്രക്ചർ? ഒരു ഉദാഹരണമാണ് ഫെഡറൽ ആയിരിക്കും ഇന്ത്യ. എന്താണ് ഫെഡറൽ സിസ്റ്റം? ഒരു രാജ്യത്തെ കേന്ദ്ര ഭരണവും ആ രാജ്യത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭരണവും, ഐ റിപ്പീറ്റ്, ഒരു രാജ്യത്തെ കേന്ദ്ര ഭരണവും ആ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭരണവും ഒന്നിച്ച് ഭരിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫെഡറൽ സിസ്റ്റം. കിട്ടിയോ? ആ ഫെഡറൽ സിസ്റ്റം നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ആ ബേസിക് സ്ട്രക്ചറിന് ഒരിക്കലും മാറ്റം വരുത്താതെ നമുക്ക് എന്തിൽ മാറ്റങ്ങൾ വരുത്താം? ഭരണഘടനയിൽ മാറ്റം വരുത്താം, നിയമങ്ങളിൽ മാറ്റം വരുത്താം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? അമെൻമെന്റ്സ് എന്ന് പറയും. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. പ്രത്യേകം ശ്രദ്ധിച്ച്, ഭരണഘടനയെ ഭേദഗതി ചെയ്യാം, നിയമങ്ങളെ ഭേദഗതി ചെയ്യാം, പക്ഷേ ഒരിക്കലും എന്ത് മാറാൻ പാടില്ല? ബേസിക് സ്ട്രക്ചർ മാറാൻ പാടില്ല. കിട്ടിയോ? ആൻഡ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓവർസൈറ്റ്, ക്വസ്റ്റ്യൻ അവർ, സീറോ ഓവർ, മോഷൻസ്, ഡിബേറ്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യാം? പാർലമെന്റിന്റെ അധികാരങ്ങളാണ്. എക്സിക്യൂട്ടീവ് ഓവർസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ എക്സിക്യൂട്ടീവ് അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ, അവരുമായിട്ട് ഡിസ്കഷൻ നടത്താനൊക്കെയുള്ള സ്പെഷ്യൽ സെഷനുകളാണ് ഇതെല്ലാം. ക്ലിയർലി? ഇതെല്ലാം ആരുടെ അധികാരങ്ങളാണ്? പാർലമെന്റിന്റെ അധികാരങ്ങളാണ്. ഡൗട്ട് ഇല്ലല്ലോ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അടുത്തത് പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ പോവാണേ. കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് ചോദിക്കില്ലേ? കറണ്ട് അഫയറിന്റെ ഭാഗമായിട്ടോ ഒക്കെ ചോദിച്ചെന്ന് വരാം. പ്രത്യേകം ഓർത്തിരിക്കുക. പുതിയ പാർലമെന്റ് ബിൽഡിംഗ്, യെസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഈ 75 എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്ത് തുടങ്ങി വെച്ചതായിരുന്നു ഇതിന്റെ ഉദ്ഘാടന പരിപാടികളെല്ലാം. അത് എൻഡ് ചെയ്ത് 2023 മെയ് 28 ഈ പറയുന്ന പ്രോജക്റ്റിന്റെ പേരെന്തായിരുന്നു? പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ പ്രോജക്റ്റിന്റെ പേരെന്തായിരുന്നു? സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ട്. എന്തായിരുന്നു? സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ട് എന്നായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ എന്തായിരുന്നു പ്രോജക്റ്റിന്റെ പേര്. ആരാ ഇനോഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്, നരേന്ദ്രമോദി അവർകളാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. സ്പെഷ്യൽ ഫീച്ചർ എന്താ? ഇൻസ്റ്റലേഷൻ ഓഫ് സെങ്കോൽ നിയർ സ്പീക്കേഴ്സ് ചെയർ, സിംബലൈസിംഗ് ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ദ ബ്രിട്ടീഷ് ടു ഇന്ത്യ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കിടിലം ഒരു ഫീച്ചറായിട്ട് പറയപ്പെടുന്നത്, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏറ്റവും കിടിലം ഫീച്ചറായിട്ട് പറയപ്പെടുന്നത് സ്പീക്കറിന്റെ കസേരയ്ക്ക് അടുത്തായിട്ട് നാട്ടിയിരിക്കുന്ന ചെങ്കോലാണ്. ഓക്കെ അല്ലേ? ആ ചെങ്കോൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് അധികാരം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതിന്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 മെയ് 28 സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ട് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. ആരാ ഉദ്ഘാടനം ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയപ്പെടുന്നത് സ്പീക്കറുടെ ചെയറിനടുത്തായിട്ടുള്ള ചെങ്കോലാണ്. എന്തിന്റെ അടയാളമായി? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ അധികാരം ട്രാൻസ്ഫർ ചെയ്തതിന്റെ അടയാളമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. വൈ എ ന്യൂ പാർലമെന്റ് ബിൽഡിംഗ്? പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തിനായിരുന്നു? ഇന്ത്യക്ക് ഓൾറെഡി ഒരു പാർലമെന്റ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനായിരുന്നു പുതിയ പാർലമെന്റ് ബിൽഡിംഗ് എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. യെസ്, ഓൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 1927 നിലവിൽ വന്നത്. 1927, അതായത് ഈ പറയുന്ന വരുന്ന ആളുകളിൽ 100ാം വാർഷികം എന്ത് ചെയ്യാണ് ആഘോഷിക്കാൻ പോവാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം പഴയത്. നോട്ട് ഡിസൈൻ ഫോർ എ ലാർജ് ഡെമോക്രാറ്റിക് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. വിഷയം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, പരമാവധി സീറ്റുകൾ തന്നെ എത്രയാ വർദ്ധിക്കുന്നത്? 550. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റെപ്രസെന്റേറ്റീവ്സിന്റെ എണ്ണം പഴയതുപോലല്ല, വീണ്ടും ഭാവിയിൽ എന്ത് ചെയ്യാൻ കൂട്ടേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ എന്ത് സംഭവിക്കും? ഈ 2026 പുതിയ സെൻസസ് ഒക്കെ വന്ന് ഇതിന്റെ എണ്ണം കൂടുന്ന സമയത്ത് ഓവർ ക്രൗഡിങ് ആയി പോകും. കൃത്യമായിട്ട് ആൾക്കാർക്ക് ഇരുന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാത്തത്രയും സ്പേസ് കുറയും. ഓക്കെ അല്ലേ? അതായിരുന്നു പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് സെഷൻ സിവിയർലി ഓവർ ക്രൗഡഡ്, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ഇസ് എ സെക്യൂരിറ്റി ഹസാർഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് തീരെയും സീറ്റിൽ അതായി പോകും, ഇരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായി പോകും. 2 സഭകളിലെ ആൾക്കാർ ഒന്നിച്ചിരിക്കുകയല്ലേ ജോയിന്റ് സെഷൻ എന്ന് പറയും അല്ലെ?
ആർട്ടിക്കിൾ 108 പ്രകാരമാണ് എന്ത് നടത്തുന്നത്, ജോയിന്റ് സെഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പാർലമെന്റിന്റെ ജോയിന്റ് സെഷൻ, ലോക്സഭയും രാജ്യസഭയും ഒന്നിച്ച് ഒത്തുകൂടുന്ന സമയത്ത് അവർക്കും ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് പുതിയൊരു പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്തും നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തതും. ക്ലിയർ ആണ്? അടുത്തത് ഹെറിറ്റേജ് റെസ്ട്രിക്ഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, പഴയ പാർലമെന്റ് മന്ദിരം ഹെറിറ്റേജ് ഗ്രേഡ് 1 സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, മോഡിഫൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അഡ്ഹോക് മോഡിഫിക്കേഷൻസ് ലൈക്ക് AC ഡക്ട്, CCTV വയറിംഗ്, ഇതൊക്കെ തന്നെ പഴയ വയറിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ വന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്ത് പുതിയൊരു പാർലമെന്റ് മന്ദിരം എന്നുള്ള ആശയം വരുന്നത്. അടുത്തത് സ്ട്രക്ചറൽ സേഫ്റ്റി, വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രക്ചറൽ സേഫ്റ്റി, അതായത് ഒറിജിനലി ബിൽറ്റ് ഇൻ സീസ്മിക് സോൺ 2 ആയിരുന്നു, നൗ ഇൻ സീസ്മിക് സോൺ 4. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, എർത്ത്ക്വേക്ക് റിസ്ക് കൂടുതലായിട്ടുള്ള സ്ഥലമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. പണ്ട് ന്യൂഡൽഹി സീസ്മിക് സോൺ 2-ലായിരുന്നെങ്കിൽ ഇന്നത് കുറച്ചുകൂടി റിസ്ക് കൂടിയ സീസ്മിക് സോൺ 4-ലാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പൊ പഴയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സീസ്മിക് സോൺ 2 ആയിരുന്ന സമയത്ത് നിർമ്മിച്ചതാണ്. ഇനി അങ്ങോട്ട് വലിയ എർത്ത്ക്വേക്ക് ഒക്കെ വന്നാലും അത് തടയാൻ കഴിയുന്ന രീതിയിൽ വേണം പുതിയ ബിൽഡിംഗ് വരാനായിട്ട്. അതുകൊണ്ടാണ് ആ പുതിയ ബിൽഡിംഗ് എന്ന ആശയം വന്നത്. അതുപോലെ തന്നെ പുവർ ഓഫീസ് സ്പേസ് ആയിരുന്നു, കോറിഡോർസിനെയൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഈ പറയുന്ന പോലെ ഓഫീസാക്കി മാറ്റേണ്ടി വന്നു. അതൊക്കെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് എന്തൊക്കെയാണ് പുതിയ മന്ദിരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഡിസൈൻ ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ്. ട്രയാങ്കുലർ സ്ട്രക്ചർ. പഴയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ആയിരുന്നു. സർക്കുലർ ഷേപ്പ്. അത് മാത്രവുമല്ല, ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം ഓക്കെ അല്ലേ, സർക്കുലർ ഷേപ്പ് ആണെന്നുള്ള കാര്യം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അത് ഏതോ ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ് ആ ക്ഷേത്രം? വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഏത് ക്ഷേത്രത്തിന്റെ, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഏത് ക്ഷേത്രത്തിന്റെ ഡിസൈനിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടതായിരുന്നു നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം ഡൽഹിയിൽ? ഏതായിരുന്നു? ആർക്കെല്ലാം അറിയാമോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളണം. ചൗസത്ത് യോഗിണി ടെമ്പിൾ. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ, അതിന്റെ ഫോട്ടോ കിട്ടും. ചൗസത്ത് യോഗിണി ടെമ്പിൾ അല്ലെങ്കിൽ ഏകടർസോ മഹാദേവ ടെമ്പിൾ. ഏകടർസോ മഹാദേവ ടെമ്പിൾ. ഏകടർസോ മഹാദേവ ടെമ്പിൾ. ഓക്കെ അല്ലേ? ഞാൻ ആ പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, മറന്നുപോരുത്. ചൗസത്ത് യോഗിണി ടെമ്പിൾ. ചൗസത്ത് യോഗിണി ടെമ്പിൾ. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഏകടർസോ മഹാദേവ ടെമ്പിൾ. ഏകടർസോ മഹാദേവ ടെമ്പിൾ. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മധ്യപ്രദേശിലെ മൊറീന ഡിസ്ട്രിക്റ്റിലാണ്. മധ്യപ്രദേശിലെ മൊറീന ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ മൊറീന, MORENA ഡിസ്ട്രിക്റ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടിയായില്ലേ, നല്ല ചോദ്യമായി മാറും. പഴയ പാർലമെന്റ് മന്ദിരം ഏത് ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? അത് ഉത്തരം എന്താ? ചൗസത്ത് യോഗിണി ടെമ്പിൾ അല്ലെങ്കിൽ ഏകടർസോ മഹാദേവ ടെമ്പിൾ. എവിടെയാണ്? ഇന്നത്തെ മധ്യപ്രദേശിലെ മൊറീന ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. കച്ച പഗഡ എന്ന് പറയുന്ന ഡൈനാസ്റ്റി അവർ പണിതതായിരുന്നു ആ ക്ഷേത്രം കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഡിസൈൻ എന്ന് പറയുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം എന്ത് സ്ട്രക്ചറാ? ട്രയാങ്കുലർ. പഴയത് സർക്കിൾ ഇൻ ഷേപ്പ്, ഇത് ട്രയാങ്കുലർ ആണ്. മാത്രമല്ല അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 65,000 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ അല്ലേ? 65,000 സ്ക്വയർ മീറ്ററിനകത്താണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പീകോക്ക് തീമിലാണ് ലോക്സഭ പണിതിരിക്കുന്നത്. എന്ത് തീമിലാ? പീകോക്ക് തീമിലാണ് ലോക്സഭ പണിതിരിക്കുന്നത്. 888 സീറ്റുകളാണ് പുതിയ ഇതിനകത്തുള്ളത്. മറ്റത് പഴയത് എത്ര? 550 ഇപ്പോ 888 സീറ്റുകളായിട്ട് അത് കൺവേർട്ട് ചെയ്തു. 2 MP ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ വോട്ടിംഗ് സൗകര്യവും അവിടെയുണ്ട്. അപ്പൊ ലോക്സഭയിൽ ഒന്നുകൂടി ലോക്സഭയിൽ എന്ത് തീമാ? പീകോക്ക് തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
എത്ര സീറ്റുകളുണ്ട്? 888 സീറ്റുകളാണുള്ളത്. 2 MP-മാർക്ക് ഒരു ബെഞ്ച് എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡിജിറ്റൽ വോട്ടിംഗ് സമ്പ്രദായവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രാജ്യസഭയിലേക്ക് വരികയാണ്. രാജ്യസഭ എന്ത് തീമിലാണ്? ലോട്ടസ് തീമിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. രാജ്യസഭ ലോട്ടസ് തീമിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി 384 സീറ്റുകളാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. 384 സീറ്റുകൾ അവിടെ ഉണ്ടാവും. ടോട്ടലി നിങ്ങൾ നോക്കി, കപ്പാസിറ്റി 1272 സീറ്റാക്കി ജോയിന്റ് സെഷനിൽ ഇത് രണ്ടും ഒന്നിച്ച് ചേർത്ത് ഇരുത്തുകയും ചെയ്യാം. ക്ലിയർ ആണ്? 1272 സീറ്റുകൾ, അത്രയും വലിപ്പമുള്ള രീതിയിൽ തന്നെ ജോയിന്റ് സിറ്റിങ്ങും പോസിബിൾ ആണ്. ക്ലിയർ ആണ്? അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭരണഘടനാ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാള് പുതുതായിട്ട് അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോ കേസസ് ഡെമോക്രാറ്റിക് ഹെറിറ്റേജ്. പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ ജനാധിപത്യ പൈതൃകം വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനാ ഹാള് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ടെക്നോളജികളാണ് പുതുതായിട്ട് വന്നത്? ഡിജിറ്റൽ വോട്ടിങ്ങിനുള്ള സൗകര്യം, അഡ്വാൻസ്ഡ് AV ടെക്നോളജി വന്നിട്ടുണ്ട്, മോഡേൺ അക്കോസ്റ്റിക്സ് ടെക്നോളജി, സൗണ്ട് ടെക്നോളജി കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ വിഷ്വൽ ടെക്നോളജിയും അഡ്വാൻസ്ഡ് വന്നു, സൗണ്ട് ടെക്നോളജിയും അഡ്വാൻസ്ഡ് വന്നു, ഡിജിറ്റൽ വോട്ടിങ്ങും വന്നു. അക്സസിബിലിറ്റി, ദിവ്യാങ് ഫ്രണ്ട്ലി ഡിസൈൻ ആണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി, പ്ലാറ്റിനം റേറ്റഡ് ഗ്രീൻ ബിൽഡിംഗ് ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, വാട്ടർ റീസൈക്ലിംഗ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അതൊരു ഗ്രീൻ ബിൽഡിംഗ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് ആണ്, പ്ലാറ്റിനം റേറ്റഡ് ഗ്രീൻ ബിൽഡിംഗ് ആണ്. പിന്നെ മഴവെള്ള ശേഖരണത്തിനുള്ള കാര്യങ്ങൾ, മഴവെള്ളം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള ജലസംഭരണികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റീസൈക്ലിങ്ങിനുള്ള സെറ്റിങ്ങും അവിടെയുണ്ട്. ഇനി കൾച്ചറൽ ഇന്റഗ്രേഷൻ എന്തൊക്കെയാണ്? റീജിയണൽ ആർട്സ്, ക്രാഫ്റ്റ്സ് ആൻഡ് കൾച്ചറൽ എലമെന്റ്സ് എല്ലാം കൂടി അവിടെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡിങ്സ് എല്ലാം പണിതിരിക്കുന്നത്. ആൻഡ് ഓൾസോ പബ്ലിക് ഗാലറീസും അവിടെ പണിതിട്ടുണ്ട്. എന്തിനു വേണ്ടി? സംഗീത്, മ്യൂസിക്, ഡാൻസ്, സത്യ, ആർക്കിടെക്ചർ ആൻഡ് ശില്പ, ഹാൻഡിക്രാഫ്റ്റ്സ്. ക്ലിയർ ആണ്? അപ്പോൾ സംഗീത ഗാലറി ഉണ്ട്, സത്യ എന്ന പേരിൽ ആർക്കിടെക്ചർ ഗാലറി ഉണ്ട്, ശില്പ് എന്ന പേരിൽ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഗാലറിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മിനിസ്റ്റീരിയൽ ഓഫീസസ്, 92 മോഡേൺ റൂംസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 92 മോഡേൺ റൂംസിലായിട്ട് മിനിസ്റ്റീരിയൽ ഓഫീസസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ ഓഫീസസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകൾ. ഓർത്തിരിക്കുക, പഴയത് സർക്കുലർ ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, ഏത് അമ്പലത്തിന്റെ മാതൃകയിലാണ് അത് പണിതിരിക്കുന്നത്, അതിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഇപ്പോഴത്തത് ട്രയാങ്കിൾ ഷേപ്പ് ആണ് കേട്ടോ. ഇപ്പോഴത്തത് ട്രയാങ്കിൾ ഷേപ്പ് ആണ്. എന്താണ് പ്രോജക്റ്റിന്റെ പേര്? സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ട് കേട്ടോ, മറന്നു പോരുത്. യെസ്. അടുത്തത് അപ്പൊ ഒന്നുകൂടി സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, ഓർത്തിരിക്കുക. യെസ്, നമ്പർ 1 ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? മോഡേണൈസ് ഇന്ത്യസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സോൺ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു? യെസ്, മോഡേണൈസ് ഇന്ത്യസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സോൺ, ദാറ്റ് ഇസ് റൈസിന ഹിൽ. അപ്പോൾ ഈ ശരിക്കും പാർലമെന്റ് മന്ദിരം ഇതുപോലുള്ള ഏരിയകളൊക്കെ ഇരിക്കുന്നത് ശരിക്കും ഒരു ചെറിയ കുന്നിലാണ്. റൈസിന കുന്നുകൾ എന്നാണ് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട VIP കേന്ദ്രമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരുന്നു സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ലക്ഷ്യം? മോഡേണൈസ് ഇന്ത്യ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സോൺ. എവിടെ സ്ഥിതി ചെയ്യുന്നു? റൈസിന ഹിൽസ്. ആരായിരുന്നു ഇതിന്റെ ആർക്കിടെക്ട്? ബിമൽ പട്ടേൽ ആണ്. ഉറപ്പായിട്ട് ചോദ്യം വരാം. സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്റ്റിലൂടെ പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ ഡിസൈൻ ചെയ്ത വ്യക്തി ബിമൽ പട്ടേൽ. ആരാണ്? ബിമൽ പട്ടേൽ ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് കമ്പോണൻസ് എന്തൊക്കെയാണ്? ന്യൂ ട്രയാങ്കുലർ ബിൽഡിംഗ്, ഒന്ന് പുതിയ ട്രയാങ്കുലർ ബിൽഡിംഗ് വന്നു. പിന്നെന്താ വന്നു? കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വന്നു. അതുപോലെ തന്നെ റീവാംഡ് രാജ്പഥ്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർത്തവ്യപഥ്, രാജ്പഥിന്റെ പേരെന്താക്കി മാറ്റി? കർത്തവ്യപഥ് എന്നാക്കി മാറ്റി. നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക് ടു ബി കൺവേർട്ടഡ് ഇൻടു മ്യൂസിയംസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പോയിന്റ് ആണ്, മറന്നു പോരുത്. അപ്പൊ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? പുതിയ ട്രയാങ്കുലർ ബിൽഡിംഗ് വന്നു, പുതിയ ഒരു കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വന്നു. ഈ പാർലമെന്റ് മന്ദിരവും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്പഥ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ റോഡ്, രാജ്പഥ് അല്ലെങ്കിൽ കിങ്സ് വേ എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്ന സ്ഥലം, അതിന്റെ പേരെന്താക്കി മാറ്റി? കർത്തവ്യപഥ് എന്നാക്കി മാറ്റി. അതിനെ റീവാമ്പ് ചെയ്തു, പുതുക്കിയൊക്കെ പണിതു, കുറച്ചുകൂടെ ബെറ്റർ ആയി ഡിസൈൻ ചെയ്തു. പിന്നെ ഈ പറയുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ നോർത്ത് സൗത്ത് ബ്ലോക്കുകളെ മ്യൂസിയംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മ്യൂസിയംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്.
അടുത്തത് ചെങ്കോലിന്റെ സവിശേഷത, വളരെ പ്രധാനപ്പെട്ടതാണ്. ചെങ്കോലിന്റെ സവിശേഷത എന്തായിരുന്നു? ആ ചെങ്കോലിന്റെ സവിശേഷത യെസ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെങ്കോൽ എന്ന വാക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. തമിഴ് ഫോർ സെപ്റ്റർ എന്ന് പറയും. ആ ചെങ്കോലിന്റെ ഇംഗ്ലീഷ് ആണ് സെപ്റ്റർ, തമിഴിലാണ് ചെങ്കോൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമ്മൈ എന്ന് പറയുന്ന വേർഡ് അർത്ഥം റൈറ്റിയസ്നെസ് എന്ന് വെച്ചാൽ ധർമ്മം, ധാർമ്മികത എന്നൊക്കെയാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ ധാർമ്മികതയെ നിലനിർത്തുക, ധാർമ്മികത എന്ന് വെച്ചാൽ ശരിയായ കാര്യം ചെയ്യുന്നത്, ധർമ്മം അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അതിന്റെ ഒരു സിമ്പൽ ആയിട്ടാണ് ചെങ്കോൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രധാനമായിട്ടും നാട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറി കിട്ടി, യഥാർത്ഥ ആൾക്കാരിലേക്ക്, ശരിയായ ആൾക്കാരിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എന്ത് ചെയ്തു, അധികാരം കിട്ടി എന്നുള്ളതിന്റെ സിമ്പലാണ് എന്ത്, ചെങ്കോൽ അവിടെ നാട്ടിയിരിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക. ചോള ഡൈനാസ്റ്റി എന്നാണ് ഇതിന്റെ ഒറിജിൻ ആയിട്ട് പറയപ്പെടുന്നത്. ഗിവൺ ടു ന്യൂ കിങ്സ് ആസ് എ സൈൻ ഓഫ് ലെജിറ്റിമേറ്റ് സക്സഷൻ. ചോള ഡൈനാസ്റ്റിയാണ് ഇത് തുടങ്ങി വെച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, അധികാരം കൈമാറുന്ന സമയത്ത്, ഒരു പുതിയ രാജാവിന് അധികാരം കൈമാറുന്ന സമയത്ത് ചെങ്കോല് കൊടുത്ത് അധികാരം കൈമാറുന്ന രീതിയൊക്കെ ചോള ഡൈനാസ്റ്റി എന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഇനി ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ചെയ്തതെന്നുള്ളൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് പണ്ട് മുതലേ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ക്ലിയർ ആണ്. അത് അതിനൊരു പ്രാധാന്യം നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓർത്തിരിക്കുക. 1947 ഇതുപോലൊരു സെറമണി നടന്നിട്ടുണ്ടായിരുന്നു. 1947 ഇത് സജസ്റ്റ് ചെയ്ത സി രാജഗോപാലാചാരിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ഒരു ചെങ്കോൽ അന്ന് ആർക്ക് ലഭിച്ചിരുന്നു? നെഹ്റുവിന് ലഭിച്ചിരുന്നു. എപ്പോൾ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. സി രാജഗോപാലാചാര്യയുടെ സജഷനിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിരുന്നു. അന്ന് തിരുവാവടുതുറൈ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, തിരുവാവടുതുറൈ അധീനം ഈ പറയുന്ന പോലെ തന്നെ നെഹ്റുവിന് ഒരു ചെങ്കോല് നൽകിയിരുന്നു. തിരുവാവടുതുറൈ അധീനം ആർക്ക്? നെഹ്റുവിന് ഒരു സമ്മാനമായിട്ട് എന്ത് നൽകി? ഈ ചെങ്കോല് നൽകി. 1947 ഓഗസ്റ്റ് 14 ഓർത്തിരിക്കുക. ക്രാഫ്റ്റഡ് ഇൻ ഗോൾഡ് ബൈ വുമ്മിഡി ബംഗാരു ചെട്ടി, ടോപ്ഡ് വിത്ത് നന്ദി സിംബലൈസിംഗ് ജസ്റ്റിസ്. അപ്പോ ഇതാരാ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്? വുമ്മിഡി ബംഗാരു ചെട്ടി. വുമ്മിഡി ബംഗാരു ചെട്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗോൾഡിലാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തത്. അതിന്റെ മുകളിൽ നന്ദി, നിങ്ങൾക്കറിയാം ശിവന്റെ വാഹനം നന്ദി, അത് എന്ത് ചെയ്തിരിക്കുന്നു? പ്ലേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ചെങ്കോലാണ് തിരുവാവടുതുറൈ അധീനം ആർക്ക് നൽകിയത്? നെഹ്റുവിന് നൽകിയത് 1947 ഓഗസ്റ്റ് 14. ഇത് ആരുടെ സജഷനിലാണ് നടന്നത്? സി രാജഗോപാലാചാര്യയുടെ സജഷനിലാണ് ഇത് നടന്നത്. ഓക്കെ അല്ലേ? യെസ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് kept in ആനന്ദ ഭവൻ മ്യൂസിയം ഫോർ 70 years, more than 70 years. 1947 നടന്നിട്ട് 70 വർഷത്തിലധികമായിട്ട്, ഐ റിപ്പീറ്റ് 70 വർഷത്തിലധികമായിട്ട് ഇത് എവിടെയായിരുന്നു? ആനന്ദ ഭവൻ മ്യൂസിയത്തിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. 2023 ഈ ചെങ്കോൽ എന്ത് ചെയ്തു? ലോക്സഭയിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സ്പ്ലനേറ്ററി പ്ലേഗ്, അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളൊക്കെ കുത്തിവെച്ച ഒരു എന്താണ് പലകയോടുകൂടി തന്നെ ആ ചെങ്കോൽ ലോക്സഭയിൽ 2023 ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചെങ്കോലാണ് നെഹ്റുവിന് ലഭിച്ച അതേ ചെങ്കോല് തന്നെയാണ് എവിടെ ചെയ്തിരിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്സഭയുടെ അടുത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എവിടെയായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്? ആനന്ദ് ഭവൻ മ്യൂസിയത്തിലായിരുന്നു. 70 വർഷത്തിലധികമായിട്ട് അത് അവിടെയായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചെങ്കോല് നാട്ടിയിരിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, മറന്നുപോരുത്. ഓക്കെ, സെറ്റല്ലേ? ഓൾഡ് പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ചില കാര്യങ്ങൾ നമ്മൾ പറയണം. ചിലപ്പോൾ അതും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാണ്. ഓൾഡ് പാർലമെന്റ് ബിൽഡിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്ത് ഷേപ്പാ? സർക്കുലർ ഇൻ ഷേപ്പ് ആണ്. എന്ത് ഷേപ്പാണ്? സർക്കുലർ ഇൻ ഷേപ്പ് ആണ് ഓൾഡ് പാർലമെന്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്ത് ഷേപ്പാണ്? സർക്കുലർ പാർലമെന്ററി ബിൽഡിംഗ് ആണ്. സർക്കുലർ ആയിരുന്നു ഷേപ്പ്. ഇത് 1921 പണി ആരംഭിച്ച് 27 പൂർത്തിയായതായിരുന്നു. 1921 പണി ആരംഭിച്ച് 1927 പണി പൂർത്തിയാക്കിയത്. ആരൊക്കെ ചേർന്ന? എഡ്വിൻ ലൂട്ടിയൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നായിരുന്നു അതിന്റെ നിർമ്മിതികളെല്ലാം ഡീൽ ചെയ്ത്. ഒന്നുകൂടി, എഡ്വിൻ ലൂട്ടിയൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നായിരുന്നു ഇത് ഡിസൈൻ ചെയ്ത് പണിതത്. ഓക്കെ അല്ലേ? ഇനി ഒറിജിനലി ദ കൗൺസിൽ ഹൗസ് ഫോർ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇത് ആദ്യം എന്തായിരുന്നു? ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കൗൺസിൽ ഹൗസ് ആയിരുന്നു.
എന്ത് പഴയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് ആദ്യം പണിതത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കൗൺസിൽ ഹൗസ് ആയിട്ടാണ് നിർമ്മിച്ചത്. ഇൻസ്പയർഡ് ബൈ റോമൻ കൊളോസിയം വിത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സ് ലൈക്ക് ജാളീസ് ആൻഡ് ഛാത്രീസ്. അപ്പോൾ റോമൻ കൊളോസിയത്തിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അവരെന്ത് ചെയ്ത് പണിതത്. പക്ഷെ ഏത് ക്ഷേത്രവും ഇൻസ്പിറേഷൻ ആയിരുന്നു? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൗസത്ത് യോഗിനി ടെമ്പിൾ, ചൗസത്ത് യോഗിനി ടെമ്പിൾ അല്ലെങ്കിൽ ഏക ടെർസോ മഹാദേവ ടെമ്പിൾ. അതുപോലെ തന്നെ റോമൻ കൊളോസിയം, റോമൻ കൊളോസിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോമൻ കൊളോസിയം ഇത്രയും കൂടി ചേർന്ന കോമ്പിനേഷൻ ആണ് എന്ത് പഴയ എന്താണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ആരൊക്കെ ചേർന്ന് ഡിസൈൻ ചെയ്ത്? എഡ്വിൻ ലൂട്ടിയൻസും ഹെർബർട്ട് ബേക്കറും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് പാർലമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്. ലോക്സഭ, രാജ്യസഭ എന്താണെന്ന് പറഞ്ഞു, പ്രസിഡന്റിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു, പാർലമെന്റ് മന്ദിരങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞു. ഇത്രയും ഏറ്റവും ലളിതവൽക്കരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അത് സംബന്ധിച്ചുള്ള ഫാക്ടുകൾ പഠിച്ചിട്ടേ എക്സാമിന് പോവാവും. സോ ഇന്ന് നമ്മൾ പറഞ്ഞ പാർലമെന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു GK ടോപ്പിക്കുമായി കാണുന്നവരെ ഗുഡ് ബൈ.